SFI മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് നമ്മോടൊപ്പമുള്ളത്. അങ്ങയുടെ ഒരു FB പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങ് ക്രൂരമായി പോലീസ് മർദ്ദനത്തിനിരയായി, അത് ലോക്കപ്പിൽ വെച്ച് മർദ്ദനത്തിനിരയായി 2012 UDF ഭരണകാലത്ത്. അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ 2012 SFIയുടെ കോന്നി ഭാരവാഹിയായിട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം. ഒരു ദിവസം 2012 ഒക്ടോബർ മാസം 12-ാം തീയതി ഏതാണ്ട് 12 മണിയോടുകൂടി അന്നത്തെ കോന്നി സി ആയിരുന്ന മധുബാബു ഒരു സംഘവും പോലീസ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയും വീടിന് തട്ടി. അപ്പോൾ രാത്രി ആയപ്പോൾ അമ്മ കതക് തുറന്നു, പോലീസാന്ന് പറഞ്ഞു. മകൻ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്നു. ചോദ്യങ്ങളൊന്നുമില്ല, എൻ്റെ അമ്മയുടെ മുമ്പിലിട്ട് അതിക്രൂരമായി എന്നെ അടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മുഖത്തും എല്ലാം അടിച്ച് അദ്ദേഹം എന്നെ ഇട്ടിരുന്ന ഡ്രസ്സോടുകൂടി വലിച്ച് പോലീസ് വണ്ടിയെ കയറ്റി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ പോലീസ് വണ്ടിയിൽ നിന്ന് സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ നേരത്ത് ഈ CA ആയിരുന്ന മധുബാബു പറയുന്നുണ്ട്, ഇവനെ എവിടാ കൊണ്ടുപോയതെന്ന് ആരോടും പറയണ്ടെന്ന്. അതായത് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഞാൻ താമസിക്കുന്നത്, പക്ഷെ എന്നെ കൊണ്ടുപോകുന്നു കോന്നിയിലാണ്. അപ്പം നേരെ എന്നെ കോന്നിയിലേക്ക് കൊണ്ടുപോകുന്നു. കോന്നി കൊണ്ടുപോയി എൻ്റെ ലോക്കപ്പിലേക്ക് കയറ്റുന്നു. എൻ്റെ ഡ്രസ്സുകൾ മുഴുവൻ അഴിച്ചു മാറ്റുന്നു. എന്നിട്ട് എന്നെ അവിടെ ഒരു ബെഞ്ചിലേക്ക് കിടത്തുന്നു. കിടത്തിയതിനു ശേഷം ഒരു കൈ വലുപ്പത്തിലുള്ള ഒരു ലാത്തി കൊണ്ട് എൻ്റെ കാലിൻ്റെ വെള്ളയാകെ അടിക്കുകയും ദേഹമാകെ കമ്പുകൊണ്ട് ഉരുട്ടുകയും ഒക്കെ ചെയ്യുന്ന ബ്രൂട്ടലായ സംഭവമാണ് അന്നേരം ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം പെപ്പർ സ്പ്രേ എൻ്റെ കണ്ണിലും എൻ്റെ ശരീരമാസകളിലും പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. പെപ്പർ സ്പ്രേയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റലാണ്. കണ്ണിലൊക്കെ അടിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തത്ര വേദനയാണ്. അതിനുശേഷം അദ്ദേഹം എന്നെ കമിഴ്ത്തി കിടത്തി ലാത്തി കൊണ്ട് കാലിലും മുതുകിലും പുറത്തും അതിമൃഗീയമായി മർദ്ദിച്ചു. അന്ന് താങ്കൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടമാണല്ലോ. SFIയുടെ കോന്നിയിൽ ഏരിയ സെക്രട്ടറി കൂടിയാണ്. അന്ന് UDF ഭരണമാണ്. ഏതെങ്കിലും UDF നേതാക്കളുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശപ്രകാരമായിരിക്കുമോ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ താങ്കളെ അങ്ങനെ പിടിച്ചുകൊണ്ടുപോയത്? അങ്ങനെ ഒരു സംശയമുണ്ടോ താങ്കൾക്ക്? അത് അന്നത്തെ കാലത്ത് പകല് പോലെ സത്യമായ ഒരു സംഭവമാണ്. അന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് 19 വയസ്സോ മറ്റോ പ്രായമുള്ളന്ന്. അന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ പേരിൽ ഒരു കേസിൽ പോലും ഞാൻ പ്രതിയല്ല. അന്ന് കോന്നിയിലെ എല്ലാ കോളേജ് യൂണിയൻ ഭരിക്കുന്നത് SFI ആണ്. അപ്പോൾ SFIയെ ആ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്താൻ വേണ്ടി ഏരിയ സെക്രട്ടറിയായി എന്നെ ഭയപ്പെടുത്തി ജയിലിലാക്കാൻ വേണ്ടി അന്നത്തെ മന്ത്രിയായ അടൂർ പ്രകാശ്, അന്ന് UDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, കോന്നി എന്നുള്ള പ്രതിയാണ് അടൂർ പ്രകാശ്. അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്ത് മർദ്ദിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത എന്നെ അന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പിന്നീട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി, അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ഈ വിഷയം പരാതി പ്രകാരം അന്വേഷിച്ച് പോലീസിലേക്ക് ഒരു റിപ്പോർട്ടും നൽകിയിരുന്നല്ലോ. ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരുന്നത്? അന്നത്തെ ഹരിശങ്കർ സാറാണ് ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹം വളരെ മാന്യമായി തന്നെ ഈ കേസ് അന്വേഷിച്ചു, സത്യസന്ധമായി ഈ കേസ് അന്വേഷിച്ച റിപ്പോർട്ടിനകത്ത് പറയുന്നത് മധുബാബു എന്ന് പറയുന്നത് മധുബാബു ചെയ്ത പ്രവൃത്തി പോലീസ് സേനയ്ക്ക് സൽപ്പേരിന് കളങ്കമുണ്ടാക്കി, പിന്നെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് അത് മധുബാബു ചെയ്തത്. എൻ്റെ പേരിൽ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത സമയത്താണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് മധുബാബുവിനെതിരെ ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാകണമെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അന്ന് UDF സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ട് കൊടുത്തു. UDF സർക്കാരിന്റെ കാലത്ത് ഒരു നടപടിയും ഉണ്ടായില്ല അന്ന്. അതായത് LDF ഗവൺമെന്റ് കാലത്താണ് റിപ്പോർട്ട് വരുന്നത്. 2016 ആ റിപ്പോർട്ട് വന്നു. 2016 ഞാൻ പരാതി കൊടുക്കുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് പിന്നീട് DGP ഓഫീസിലേക്ക് പോകുന്നു. പക്ഷേ DGP ഓഫീസിൽ ആ സാധനം പിന്നീട് ചലിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ LDF സർക്കാർ തന്നെ, രണ്ടാം പിണറായി സർക്കാരാണ് ഭരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ സമയത്തായിരിക്കും അങ്ങനെ DGPക്ക് റിപ്പോർട്ട് പോയത്. ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം LDF സർക്കാർ, പിണറായി സർക്കാർ കാലാവധി തീരാൻ പോവുകയാണ്. ഇത് ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വരാതിരുന്നത്? അത് എനിക്ക് തോന്നുന്നു, ഞാൻ യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് എൻ്റെ കൈവശം കിട്ടാൻ താമസിച്ചു പോയി. റിപ്പോർട്ട് എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇത് പരാതി കൊടുക്കുകയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് അദ്ദേഹത്തോട് വിഷയം സംസാരിക്കുകയും അദ്ദേഹത്തിന് വിഷയം അറിയാവുന്നതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ ഇത് പ്രത്യേകമായി അന്വേഷിക്കാൻ വേണ്ടി ഒരു ടീമിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറായ സഖാവ് KP ഉദയഭാനുവും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ കോമള സഖാവും കൂടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണാൻ പോയത്. അദ്ദേഹം ഇത് പരിശോധിച്ച് ആവശ്യമായ പരിശോധന ഉണ്ടാകുമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ നിലവിൽ? അന്നത്തെ അതിൻ്റെ ഭാഗമായിട്ട് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായി, ചെവിക്ക് കേൾവിക്കുറവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ഇന്നും അതിൻ്റെ പാടുകൾ അവശേഷിക്കുന്നുണ്ട്. കാലിലെല്ലാം ആ ലാത്തിയുടെ മർദ്ദനത്തിൻ്റെ പാടുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തണുപ്പ് കാലങ്ങളിലൊക്കെ ഈ ചെവിക്ക് ഈ ഡയഫ്രം പൊട്ടിയ പ്രശ്നത്താൽ തണുപ്പ് കാലങ്ങളിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ചെവി വേദന ഉണ്ടാകും. അത് ചെവിക്ക് പ്രശ്നമുള്ളവർ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ മാത്രമാണോ പരാതി, അതോ കൂട്ടത്തിൽ മർദ്ദിച്ച മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് തന്നെയാണോ നിലപാട്?
നമ്മൾ അന്ന് പരാതി കൊടുത്തത് ഏതാണ്ട് 3ഓളം ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. 3 പേർക്കെതിരെയും ഞാനിപ്പോൾ പരാതി കൊടുത്ത് ആ കേസുമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് 13 വർഷമായിട്ട് ഞാൻ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായ പശ്ചാത്തലത്തിലല്ല, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ കേസ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച അന്നത്തെ കോന്നി സർക്കിൾ ഇൻസ്പെക്ടർ മധുബാബുവിനെതിരെയും ഒപ്പം കൂടെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി സർക്കാർ എടുക്കണം എന്ന് തന്നെയാണ് ജയകൃഷ്ണന്റെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.